ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായി വീഡിയോയും കാര്യങ്ങളും ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല. ഫുള്ള് ഹോസ്പിറ്റൽ കേസുകളാണ് കേട്ടോ. പിള്ളേരായിട്ട് ഓരോ കാര്യങ്ങൾക്കായിട്ടുള്ള ഓട്ടവും തിരക്കും ഒക്കെ കാരണം വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് സമയം കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ കൊച്ചിക്ക് പോയ ഒരു വീഡിയോ ആണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട് ഫോർട്ട് കൊച്ചിയിലാണ് കേട്ടോ. അവിടെ അമ്മായിമുക്കിലാണ് അവളുടെ വീട്. അപ്പോൾ ഇത്താത്തായുമായിട്ട് അവിടെ ചെല്ലാൻ വേണ്ടിയിട്ട് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു ചാൻസ് കിട്ടിയപ്പോൾ അങ്ങനെ ഒരു ഗ്യാപ്പിന് ഇറങ്ങിയതാണ് കേട്ടോ. ഹംദാനും ഇക്കായോ ഒന്നുമില്ല കേട്ടോ, ഞാനും ഇത്താത്തായും പിന്നെ ഹാറൂനും ഹാസിമും മനഹയും. അപ്പോൾ ഞങ്ങൾ കണ്ടെയ്നർ റോഡ് വഴിയാണ് പോയത്. അങ്ങനെ അങ്ങോട്ടേക്കുള്ള ജങ്കാറുണ്ടല്ലോ, അതിൽ വണ്ടി ഇങ്ങനെ ക്രോസ് ചെയ്ത് പോവാണ് കേട്ടോ. നല്ല രസമാണ് ഈ വഴി പോകുമ്പോഴുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ. വണ്ടി ഫുള്ള് ആളാണ് കേട്ടോ. അത് ജസ്റ്റ് ക്ലോസ് ചെയ്യാൻ പോവായിരുന്നു. പെട്ടെന്നാണ് ഞങ്ങളങ്ങനെ വന്ന് വേഗം കയറിയത്. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ പതിവ് പോലെ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടേക്ക് കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കയറി. അങ്ങനെയൊക്കെ കുറച്ച് വൈകി. അവിടെ എത്തിയപ്പോൾ എന്തായാലും 12 മണിയൊക്കെ ആയി. ഞങ്ങൾ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡും കാര്യങ്ങളൊന്നും വേണ്ട, കാരണം അവിടെ ഒരു സ്പെഷ്യൽ ഇറച്ചിച്ചോറൊക്കെ കിട്ടും ഒരു റെസ്റ്റോറൻറ്റ്. അപ്പോൾ അത് നമുക്കറിയാം കേട്ടോ. അപ്പോൾ അവിടെ പോയി കഴിക്കുക, നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവർ സമ്മതിച്ചില്ല കേട്ടോ. അപ്പോൾ ഫുഡ് അവരവിടെ ഓർഡർ ചെയ്തിട്ട് അവിടെ വരുത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഉമ്മാടെ വക സ്പെഷ്യൽ മട്ടൻ ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളുടെ ഇറച്ചിച്ചോറ്, അതേപോലെ ചിക്കൻ റോസ്റ്റ്, വലിയ കൊഞ്ചുണ്ടല്ലോ, കൊഞ്ചിൻ്റെ റോസ്റ്റ്, പിന്നെ സാലഡ്, പപ്പടവും കാര്യങ്ങൾ ഒക്കെ ആയിട്ട് അടിപൊളി ലഞ്ചായിരുന്നു. അപ്പോൾ അവർ വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. അവളും ദുബായിൽ തന്നെയാണ്. അപ്പോൾ പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ നേരം സംസാരിച്ചിരുന്നു. അതിൻ്റെ ഇടയിൽ അതേ ഫുഡും കഴിച്ചു. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് എന്തായാലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം, കാരണം ഇവിടെ ബീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, ജ്യൂസ് സ്ട്രീറ്റ് ഉണ്ട്. അപ്പോൾ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ആവാമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ട് ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ പുറത്തേക്ക് പോയത്. മട്ടൻ ബിരിയാണി ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാ ഫുഡും അടിപൊളിയായിരുന്നു. പ്രോൺസ് ആണെങ്കിലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുത്തിരിക്കുന്ന സമയത്താണ് പിന്നെ ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് 4 ടൈപ്പ് സ്വീറ്റ്സ് ആണ് കേട്ടോ ഉണ്ടായിരുന്നത്. മുട്ടമാല, അതേപോലെ ബട്ടർ പുഡിങ്, ഇളനീർ പുഡിങ്, പിന്നെ കുനാഫ. മുട്ടമാലയൊന്നും ഞാൻ ഹോം മെയ്ഡായിട്ട് ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. 4 ഒന്നിനൊന്ന് മെച്ചപ്പെട്ട സംഭവങ്ങളായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഒരു ഇഞ്ച് വയറുണ്ടായിരുന്നില്ല കേട്ടോ കഴിക്കാനായിട്ട്. ജസ്റ്റ് ഒന്ന് എല്ലാം ടേസ്റ്റ് നോക്കി. പിന്നെ നമ്മളിതേ ജ്യൂസ് സ്ട്രീറ്റിലേക്ക് അങ്ങനെ ഇറങ്ങുകയാണ്. അവിടെ പാർക്കിങ്ങിനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദൂരെ ചെന്ന് പാർക്ക് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ നടന്നാണ് കേട്ടോ ഇറങ്ങിയത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുക എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഇറങ്ങിയത്. പിന്നെ പിള്ളേരെ കൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ, അവർക്ക് ആ കാണുന്ന സാധനങ്ങളെല്ലാം വേണം. ഓരോരുത്തരെ ഓരോ കടയിൽ നിന്നും പിടിച്ചുകൊണ്ട് വരാനായിട്ട് നല്ല പണിയായിരുന്നു. പിന്നെ ഒരുപാട് ആൻറ്റിക്കിൻ്റെ ഷോപ്പുകൾ, പിന്നെ ഡ്രസ്സിൻ്റെ ഷോപ്പുകൾ, അതൊക്കെയാണ് കേട്ടോ കൂടുതൽ. പിന്നെ കുട്ടികൾക്ക് പറ്റിയ ഒരുപാട് ടോയ്സ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ചൊരു വെറൈറ്റിയാണ് കേട്ടോ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ. അത്യാവശ്യം റേറ്റും ഉണ്ട്, വില കുറവെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ഓരോ ഷോപ്പുകളിലും അങ്ങനെ കയറി ഇറങ്ങി. ഇവിടെ ഒന്നും പാർക്കിംഗ് ഉണ്ടാവില്ല കേട്ടോ. കുറച്ച് ദൂരെ കൊണ്ടുപോയാണ് വണ്ടി ഇട്ടത്. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ നടന്ന് ഇങ്ങോട്ട് പോരുകയാണ് ചെയ്തത്. കുറേ വെറൈറ്റി ആയിട്ടുള്ള ഷോപ്പുകൾ കാണാട്ടോ. രസമാണ് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവന്മാർ 3 പേരെയും കൊണ്ടുള്ള ചെറിയൊരു ശല്യമേ ഉള്ളൂ, എന്നാലും മാനേജ് ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. പിന്നെ നമ്മുടെ മെയിൻ സ്ട്രീറ്റിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വണ്ടികളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ആ സ്ട്രീറ്റിൽ നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാം. അത്രയും നേരം വണ്ടി ഉള്ള സ്ഥലത്ത് നടക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആസിമ് റോഡിലേക്കൊക്കെ ഇറങ്ങി ഓടുമല്ലോ. അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഒന്ന് നടന്ന് അത്യാവശ്യം എല്ലാ ഷോപ്പിലും ഞങ്ങൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ഡെക്കറേറ്റിംഗ് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ നോക്കിയും പിടിച്ചൊക്കെ നടന്ന് അവസാനം കുറച്ചൊന്ന് ക്ഷീണമായി കഴിഞ്ഞപ്പോൾ ഒരു കരിക്കൊക്കെ വെട്ടി കുടിച്ചു. പിന്നെ കുറച്ച് നേരം അവിടെ കിടന്ന് പിള്ളേർ കളിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഓരോ ഷോപ്പിലങ്ങനെ കയറിയിട്ടോ. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള മതമാണ് ജൂതമതം എന്നാണ് കേട്ടോ പറയുന്നത്. AD 70 ജൂതന്മാരെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ആക്രമണവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവർ പല പല സ്ഥലങ്ങളിലേക്ക് അവിടെ നിന്ന് പലായനം ചെയ്യുകയാണ് ചെയ്തത്. അതിൽ ഒരു വിഭാഗം നമ്മുടെ കേരളത്തിലേക്കും വന്നു. അങ്ങനെയാണ് ഇവിടെ ഈ ഒരു സിനഗോഗും
ഈ ഒരു ജ്യൂസ് സ്ട്രീറ്റും ഒക്കെ നമ്മുടെ കേരളത്തിൽ വന്നതെന്നാണ് പറയുന്നത്. അവർക്ക് സംരക്ഷണം കൊടുത്തതാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു പള്ളിയൊക്കെ രൂപീകരിച്ച് ഇങ്ങനൊരു സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ അവർ വന്നപ്പോൾ അവർക്ക് ഇവിടെ ചെയ്തു കൊടുത്തതാണ്. അത് കഴിഞ്ഞ് ഇസ്രായേൽ എന്നുള്ള ഈ ഒരു രാജ്യം രൂപീകരിച്ച് കഴിഞ്ഞപ്പോൾ അവരെല്ലാം ഇവിടെ നിന്ന് തിരികെ പോവുകയാണ് ചെയ്തത്. അതേപോലെ ജൂതന്മാർ താമസിച്ചിരുന്ന കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. പിന്നെ ഒരു ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു സ്പേസ് ആയിരുന്നു കേട്ടോ. 2 വശം എല്ലായിടവും നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. 2 വശത്തും നിറയെ ഷോപ്പുകളാണ്. ഈ ഒരു വഴി കൂടെ നേരെ ചെന്നിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ ജൂതപ്പള്ളി ഉണ്ടല്ലോ, സിനഗോഗ്, അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ വണ്ടികളില്ല എന്നുള്ളതാണ് ഏറ്റവും ഒരു ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്. കാരണം കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് നടക്കാം ആ ഒരു സ്പേസിൽ കൂടെ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കയറി കഴിച്ചു. ഇടയ്ക്കിടയ്ക്ക് പിള്ളേർക്ക് വിശക്കുമല്ലോ. ഈ റോഡിൻ്റെ അവസാനത്തിലാണ്, എൻഡിലാണ് നമ്മുടെ മട്ടാഞ്ചേരി സിനഗോഗ് അഥവാ ജൂതപ്പള്ളി നിൽക്കുന്നത് കേട്ടോ. ഏകദേശം 450 വർഷത്തോളം പഴക്കമുള്ള ഒരു പള്ളിയാണ്. അത്രയും ആ ഒരു പഴമ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആക്രമണങ്ങളും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ട് ജൂതന്മാർ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്തു. അതിലൊരു വിഭാഗം കേരളത്തിലേക്ക് വന്നപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തതാണ് കേട്ടോ ഈ ഒരു പള്ളി. അതേപോലെ ഈ ഒരു ഏരിയയും 10 രൂപ ടിക്കറ്റാണ് കേട്ടോ ഒരാൾക്കുള്ളത്. അത് കൊടുത്തിട്ട് നമുക്ക് അകത്തേക്ക് കയറാം. അവിടുത്തെ ഓരോ സ്റ്റോറികളും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പള്ളിയുടെ അകത്തേക്ക് കയറുമ്പോൾ ഭയങ്കര ഒരു പഴമ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും കേട്ടോ. അവിടുത്തെ ആ ഒരു തൂക്കിയിട്ടേക്കണ വിളക്കുകളൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ചിലത് കറണ്ടിൽ വർക്ക് ചെയ്യുന്നതും ചിലത് ക്യാൻഡിലിൽ വർക്ക് ചെയ്യണ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ഇതെല്ലാം പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തേക്കണ സംഭവങ്ങളാണ് കേട്ടോ. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ്. ഈ മോളിൽ കാണുന്ന ഈ ഒരു ബാൽക്കണി ഉണ്ടല്ലോ, അവിടെയാണ് സ്ത്രീകളുടെ പ്രെയർ ഏരിയ, അവിടെയാണെന്നാണ് കേട്ടോ പറയണേ. അതേപോലെ ഈ വിളക്കുകളൊക്കെ ഇമ്പോർട്ട് ചെയ്തേക്കുന്നത് ബെൽജിയത്തിൽ നിന്നാണ്. പിന്നെ താഴെയുള്ളത് നീല കളർ ടൈലാണ് കേട്ടോ. അത് 1001 ഉണ്ട്. അത് എല്ലാം ഓരോന്നും ഓരോ ഡിസൈനാണെന്നാണ് കേട്ടോ പറയുന്നത്. ഞാൻ അന്ന് ശ്രദ്ധിച്ചില്ല, പിന്നീട് ഞാനൊരു വീഡിയോയിൽ അങ്ങനെ കണ്ടതാണ്. ഈ പ്രസംഗപീഠത്തിൽ നിന്നിട്ടാണ് വൈദികൻ പ്രാർത്ഥിക്കുന്നത്. വെള്ളി ശനിയാണ് കേട്ടോ ഇവരുടെ പ്രാർത്ഥനയൊക്കെ. അപ്പോൾ ഓരോ വർഷവും ഓരോ പുതിയ വൈദികൻ ഇസ്രായേലിൽ നിന്ന് വരികയാണ്. ആളെ റബ്ബി എന്നാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ ഓരോ വർഷവും പുതിയ വൈദികനാണ് അവിടെ വന്ന് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. പിന്നെ ഇത് ബിഗ് ബി ഫിലിം ഷൂട്ട് ചെയ്ത ഒരു വീടാണ്. ആ സിനിമ കണ്ടവർക്ക് എന്തായാലും ആ ഒരു വീട് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ നേരെ പോയത് ബീച്ചിലേക്കാണ് കേട്ടോ. അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം ആളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ബിസിയായിരുന്നു അവിടെ. മക്കൾക്ക് എപ്പോഴും ആവശ്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഓരോ സാധനങ്ങൾ വാങ്ങിക്കലും ബഹളമൊക്കെ ആയിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കഫേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ. അവിടെ ഒരുപാട് കഫേകളുണ്ട്. അപ്പോൾ ഏത് കയറണമെന്ന് കൺഫ്യൂഷൻ ആയിരുന്നു. അവസാനം ലീല എന്നും പറഞ്ഞിട്ടുള്ളൊരു കഫേയിൽ കയറി അവിടെ നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഫുഡൊന്നും ഒരു രക്ഷയുണ്ടായിരുന്നില്ല, അടിപൊളിയായിരുന്നു. കോഫിയും പിന്നെ സാൻഡ്വിച്ച് അതേപോലെ പാസ്ത അതൊക്കെ ഓർഡർ ചെയ്തു. കുട്ടികളൊക്കെ കഴിച്ചു. പിന്നെ വീട്ടിൽ ചെന്ന് അവരോടൊക്കെ യാത്ര പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് പോരുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഒരു അടിപൊളി ഫോർട്ട് കൊച്ചി ഡേ ആയിരുന്നു ഇന്ന്. അപ്പോൾ അവർ താമസിക്കുന്നത് അമ്മായിമുക്കിലാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് വീട്ടിലെത്തിയപ്പോൾ ഒരു 9 മണി ആ ഒരു സമയമൊക്കെ ആയി. ഞങ്ങൾ പോയത് ജങ്കാറിലാണെങ്കിലും തിരിച്ച് മെയിൻ റോഡ് വഴിയാണ് കേട്ടോ വന്നത്. ആ സമയത്ത് ജങ്കാറ് ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്നും അറിയില്ലല്ലോ, പിന്നെ കുറച്ച് റിസ്ക് അല്ലേ. അങ്ങനെ ഒരുപാട് സന്തോഷത്തോടു കൂടി നമ്മൾ അവിടെ നിന്ന് മടങ്ങി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫോർട്ട് കൊച്ചി പോയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.